പാലക് ചീര വെച്ചിട്ടുള്ള ഒരു പുലാവാണ്. അതിനാവശ്യമായിട്ട് പാലക് ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് സവോള എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക്, 2 ഗ്രാമ്പു, കുറച്ച് പെരിഞ്ജീരകം, 1 ഏലക്കായ, ഒരു പട്ട, ഒരു വെളുത്തുള്ളിൻ്റെ അല്ലി, ചെറിയൊരു പീസ് ഇഞ്ചി, കൊത്തമല്ലി ഇല, പുതിന ഇല, കുറച്ച് ബാസ്മതി റൈസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒലിവ് ഓയിൽ, കുറച്ച് ഗീ ഉപയോഗിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ, കുറച്ച് നെയ്യ് ഒഴിക്കണം. എണ്ണ ചൂടായി അതിലേക്ക് സവോള ചേർക്കുകയാണ്. പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം സവോള. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്, പച്ചമുളക് ചേർക്കുകയാണ്, ഇഞ്ചി ഒന്ന് വഴറ്റിയെടുക്കാം. പാലക് ചീര ചേർക്കുകയാണ്, ഒരു ടൊമാറ്റോ ചേർക്കുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. പുതിന ചേർക്കുകയാണ്, മല്ലിയില ചേർക്കുന്നുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനി തണുത്ത ശേഷം നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വഴറ്റി വെച്ച പുതിന, കൊത്തമല്ലി, ഉള്ളി, പാലക് ചീര അതിൽ ചേർത്തിട്ട് അരച്ചെടുക്കാം. ഫ്രൈയിങ് പാൻ വെച്ചു അതിലേക്ക് കുറച്ച് നെയ്യ്, കുറച്ച് ഒലിവ് ഓയിൽ ചേർക്കാം. പട്ട, ഗ്രാമ്പു, പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. അരച്ചു വെച്ച പാലക് ചീര ചേർക്കാണ്. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പുലാവ് മസാല, ബേ ലീഫ് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ചീരയിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്ത റൈസ് ചേർക്കാം. കുറച്ച് കാഷ്യൂ ചേർക്കാം. ഫ്രൈഡ് ഓണിയൻ ചേർക്കുന്നുണ്ട്. ഫ്രൈഡ് ഓണിയൻ ചേർത്തു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുലാവാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.